Hello guys, welcome back our channel Yasim Stories. ഹലോ ലിയമ്മന്റെ ഉപദേശങ്ങളൊക്കെ കേട്ടിട്ടാണ്. ഇമ്മ ഇവിടെ ഉണ്ട്, ഇമ്മന്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഇമ്മന്റെ കട്ട ഫ്രണ്ട് ഉണ്ട് ഇവിടെ. ഇമ്മന്റെ ഫ്രണ്ടാണ്, ഉമ്മന്റെ കളിക്കൂട്ടുകാരി. ഒരു ഹായ് കൊടുത്താളി. ഹായ്. അപ്പൊ എന്നിട്ട് ലിയക്ക് ഫുള്ള് ഉപദേശങ്ങളാ. എന്തൊക്കെ പറയല്? കൈയ്യക്കരുത്, വെള്ളപ്പോളും കുടിക്കണം, പിന്നെന്താ ഞാൻ ലിയനെ അറിയാണ്ട് ചവിട്ടി. അവ ചവിട്ടാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു? പള്ളനാവുമ്പോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ, ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണ്, എങ്ങനെയൊക്കെ നോക്കേണ്ടി? നല്ലോണം നോക്കണം. ഫ്രൂട്ടൊക്കെ കൊടുക്കണം. എന്താ ഫ്രൂട്ട്സ്? ഫ്രൂട്ടൊക്കെ മേടിച്ചു കൊടുക്കാം. പിന്നെ വേറെ എന്തൊക്കെ ഓള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കി. തല എണ്ണ പൊത്തി ദിവസം കുടിക്കണം. രാവിലെ നേരത്തെ എണ്ണ പൊത്തി കുടിക്കാൻ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി പറയും, നമ്മള് പ്രേക്ഷകർ നല്ലോണം ഫുഡൊക്കെ നേരത്തെ കഴിക്കണം. അതൊക്കെ എന്തൊക്കെയാ ചെയ്യേണ്ടി? ആ തല എണ്ണ പൊത്തി കുടിക്കണം. എണ്ണ പൊത്തിട്ടോ? അപ്പൊ എണ്ണ പൊത്തി കുളിക്കണം. പിന്നെ വേറെന്താണ്? എല്ലാ ബാക്കിയുള്ളവരെ അറിയട്ടതൊക്കെ ചെയ്യാനേ. നിങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും, അറിയാത്തവർക്കൊക്കെ ഉപകാരപ്പെടാ. ഇപ്പൊക്കെ അല്ലത് എല്ലാവർക്കും കാണും, എല്ലാവർക്കും അറിയും. യൂട്യൂബിലിടാൻ കിട്ടും നമുക്ക്. ഇത് കേൾക്കുന്നവർക്ക് നിങ്ങൾ അറിവ് കിട്ടും. വേറെന്തൊക്കെ ഒരു ഗർഭിണി ആയിട്ടുള്ള അത് ടൈമിൽ ഭക്ഷണം കഴിക്കണം, ശ്രദ്ധിച്ചോണ്ടി. വേറെന്തൊക്കെയാ ചെയ്യേണ്ടി? ഒരു ഗർഭിണി ആയിട്ടുള്ള പെണ്ണ് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടി നിങ്ങൾ പറഞ്ഞു കൊടുക്കും. ബാക്കി 3 നേരം പുറത്തു പോകാൻ പാടില്ല, അതിനോട് വൃത്തിയാവും. പിന്നെ ലിയക്ക് ഫുള്ള് ഉപദേശങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടിയെന്നുള്ള. അപ്പൊ പണ്ട് മുതലേ ആൾക്കാരെ ഒന്ന് പറഞ്ഞോളാം, പണ്ട് മുതലേ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇല്ലേ? ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡീസ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ. അപ്പൊ അതില് അത് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അറിയാം? നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ ചെയ്യരുത് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. അപ്പൊ ആ കാരണങ്ങൾ ഇവിടെ പറയുന്ന 2 ആൾക്കാരുണ്ട്. ഇവരോട് ഈ കാരണങ്ങൾ ചോദിക്കാം, അപ്പൊ മനസ്സിലാവല്ലോ എന്തായാലും. അപ്പൊ നിങ്ങൾ പറയും കാരണങ്ങൾ. അപ്പൊ അതെന്തുകൊണ്ടാ അങ്ങനെ കൈ അങ്ങനെ വെക്കരുത് അറിയണേ? കാരണം അതിന് കാരണം എന്താ? അത് പറയാൻ വരുന്നുണ്ടല്ലോ. ആ കാരണം എന്താ? എല്ലാരും പറയണ കേട്ടതിനെ കൊണ്ട് അറിയില്ല. പ്രായമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കാം, അത് കേട്ട് അവള് പറയുന്നല്ലേ. അതാണല്ലേ. നല്ലോണം 2 നേരം കുമ്പിട്ട് അടിച്ചാല് അത് വയറ്റുള്ള പെണ്ണുങ്ങൾക്ക് അമ്പലം പള്ളിയൊക്കെ അടുത്താണ്. അമ്പലം പള്ളിയൊക്കെ അടുത്താണ്. 3 നേരം പോവാൻ പാടില്ല. എന്തൊരു അത് പറയുന്നത് എന്തൊരു ഇതാണ് നമ്മുടെ ശരീരത്തിൽ മണം ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ മരുന്ന് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അമ്പലത്തിലെ മരുന്നിന്റെ എന്താ സംഭവിച്ചേ? ഈ പള്ളയുള്ളതിന്റെ അഞ്ചത്തി പള്ളയിലൊപ്പം ഛർദ്ദിച്ചിട്ടുണ്ട്, ആരെ അർജിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ പോവാണ് പള്ളയിലൊപ്പം. എന്നിട്ട് ഇവിടെ ആളമ്മ പള്ളി താറ്റി പാർത്തിന്ന്. എന്നിട്ട് അവിടെ പാർത്തപ്പോൾ അവള് പോകുന്നത് നേരം ബൈക്ക് നേരെ അധികം ടൈമിൽ ഇങ്ങനെ പോകലായിരുന്നു. പോയപ്പോൾ ഇങ്ങനെ സംഭവിച്ച് അവളെ കൂട്ടിക്കൊണ്ട് സമയം പള്ളയിലൊപ്പം ഛർദ്ദിച്ച് പോക്ക് വരുവിന് അതിന് അവരോട് പോകാൻ പാടില്ല. വിശ്വാസമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവും, അല്ലാത്തവർക്കൊന്നുമില്ല.
മനസ്സിലായില്ലേ? ചോര ഛർദ്ദിച്ചു വായക്കൂടെ. അപ്പൊ വിശ്വസിച്ചാലാണ് പ്രശ്നം, വിശ്വസിച്ചില്ലേ പ്രശ്നമില്ല. എത്ര മാസം ഏമാ പണ്ടുള്ളവർ നമ്മളൊന്നും അങ്ങനെ ഇറങ്ങലൊന്നുമില്ല പുറത്തൊന്നും. അപ്പൊ എന്റെ അഭിപ്രായം ഇത് കാലാകാലം ഇങ്ങനെ പണ്ടേ പറഞ്ഞു വരുന്നതിനെ കൊണ്ട് അതിങ്ങനെ ശീലിച്ച് വരാണ്. അതാണ് അല്ലേ? കോട്ടൊക്കെ തോന്നുന്നു അധികമായി ഭാഗത്തൊക്കെ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള മുറ പോലെ പോലൊക്കെ എല്ലാം നല്ല ശ്രദ്ധിക്കും. പക്ഷെ നമ്മളെ കോഴിക്കോട് ഇപ്പൊ ഒരു സ്ഥലത്തൊന്നും അങ്ങനെ ഇല്ല. പണ്ടൊക്കെ അങ്ങനൊക്കെ ഉണ്ട്. ചെറിയ ചൂടുകൊണ്ടൊക്കെ ആദ്യം കടിച്ചാലില്ല, കുമ്പിട്ടിട്ട് നല്ലോണം കുമ്പിട്ടിട്ട് ചെറിയ കുട്ടി ചൂടുകൊണ്ട് ശരിയാണ്. അതൊക്കെ സത്യം. ശരിക്കും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് റെസ്റ്റ് എടുക്കല്ലേ വേണ്ടി? അത് ഡോക്ടർമാർ 2-ാം മാസത്തിന് 3-ാം മാസത്തിന് പറയൂ. ഫസ്റ്റ് പണ്ടൊക്കെ 5 മാസം ആകുമ്പോഴാ ഫസ്റ്റ് ആയിട്ടൊക്കെ ഡോക്ടറെ കാണിക്കാൻ പോവുക. ഇപ്പൊ അതല്ല, പണ്ടത്തെ എന്താ എന്താ രോഗം ഛർദിയായിട്ട് അഡ്മിറ്റ് എന്താ മനസ്സില ഇവർക്കൊക്കെ നമ്മളെ മക്കൾ കഴിഞ്ഞപ്പോ ഇവരെ 2 ഞാൻ വീട്ടിൽ നിന്നാ പ്രസവിച്ച് സാനയും അസൂനി. വെറുതെ അല്ല വളരെ വീട്ടിൽ ഞാൻ എന്നോട് പ്രസവിച്ചേ പെൺകുട്ടികളായിരുന്നു. ഇന്നത്തെ പെൺകുട്ടികളല്ലേ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രസവിച്ച കേസ് വരുന്നത്. ഇപ്പൊ പല ഒരുപാട് മരണങ്ങളുണ്ടാവും. 10 പ്രസവിച്ച 3 മരണം. കുട്ടികൾ മരിക്കൂ അല്ലെങ്കിൽ ഉമ്മക്ക് എന്തെങ്കിലും അങ്ങനത്തെ പല ആക്കിയത്. അത് നമ്മള് ശ്രദ്ധ കുറവൊന്നും നമ്മൾ നല്ലോണം നടക്കണം. അപ്പൊ ഒന്നും സംഭവിക്കൂല. അങ്ങനൊക്കെ ഉണ്ട്. അല്ല പിന്നെ അത് നല്ലതാണ്. വെള്ളം ഒഴിച്ച് എണ്ണ പൊട്ടി കുടിക്കണ്ട. പിന്നെ ആവത് വേണ്ട, പ്രസവിക്കുമ്പോ അവർക്ക് സത്യം വേണ്ടേ. പണ്ടത് 3 ഓപ്പറേഷൻ അസുഖത്ത് 2 ഓപ്പറേഷൻ 6 പേരുള്ള ഉള്ളത് ഓപ്പറേഷൻ ഉള്ള. ഇവളിങ്ങോട്ട് ഫുള്ള് തിന്നിട്ട് ഒക്കെ ആരോഗ്യമുള്ള ആളല്ലോ. എൻ്റെ ഉള്ളിൽ ആരോഗ്യമില്ല. എടുക്കരുതേ, ഒരിക്കലും എടുക്കരുതേ. ഞാൻ പിന്നെ ഇങ്ങനെ ഷെയറിങ് ചെയ്യാൻ എല്ലാവരും അൺസബ്സ്ക്രൈബർ. അല്ലമ്മ പിന്നെ ഈ അതല്ലമ്മ ഇതാ പായം ഇമ്മല്ല കഥ അല്ല പറയണേ. നിങ്ങളെ ഈ പ്രസവം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളൊക്കെ എത്രയോ 3 മാസമൊക്കെ വീട്ടിലിരിക്കൂലേ? അത് നമ്മളിവിടെ മാത്രല്ലേ ഉള്ളൂ? അല്ലല്ല, നമ്മളവിടെ കുറച്ച് കുറവാ. എല്ലായിടത്തും കേക്കോട്ടൊക്കെ കേക്കോട്ടൊന്നല്ല, പുറത്താ പറയണേ. ഇവിടെ ഈ ചെറിയ ചെറിയ കളികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. പുറത്താ പറയണേ. അവിടെ എങ്ങനെയാണ്? അവിടെ പ്രസവിച്ച പിറ്റേന്ന് പറഞ്ഞാൽ ജോലി നീച്ചടക്കാൻ തോന്നുന്നു. ഗൾഫിലല്ലോ ഉദ്ദേശിക്കുന്നത്. അതെ, ഗൾഫിലോ എവിടെ? ഒരു പ്രസവിച്ച് നമ്മളിവിടെ വെച്ചാല് അപ്പൊ കഴിഞ്ഞാല് അപ്പം തന്നെ ബാത്റൂമിലേക്ക് ഉടങ്ങി ഒരാള് താങ്ങാൻ വേണം. നമ്മള് നമുക്ക് തല ഇറങ്ങും, നമുക്ക് ക്ഷീണം, എണീക്കാൻ കഴിയൂല. ഓർക്കൊരു പ്രശ്നമില്ല, ഒരു സിമ്പിളായിട്ട് പോവും. പ്രസവിക്കാതെ ഇവര് പ്രസവിച്ച കഥകൾ പറയണം. അപ്പൊ എന്റെ മാഡം തന്നെ ഞാൻ പറയാം. എന്റെ മാഡത്തിന്റെ ഒരു കഥ പറഞ്ഞാൽ, എന്റെ മാഡത്തിന് പള്ളേരായി മക്കായി പ്രസവിക്ക് അപ്പോൾ പുറത്തു പോകും. അപ്പൊ ഞാൻ പറയും, മേഡം ഇങ്ങനെ പുറത്തു പോകാൻ പറ്റൂല, വലിയ വയറൊക്കെ. അതൊന്നും പ്രശ്നമില്ല ബോസ്, അതൊന്നും പ്രശ്നമില്ല. എന്നിട്ട് ഒരു ബാഗ്, അതിനായിട്ടൊരു ബാഗ് വാങ്ങിയിട്ട് അതിൽ കുട്ടിന്റെ ഡ്രസ്സ്, പ്രസവിച്ചിട്ടുണ്ടാവുക കുട്ടിന്റെ ഡ്രസ്സും മേഡത്തിന്റെ ഒരു ഡ്രസ്സും ഈ ബാഗിൽ വെച്ചിട്ട് എപ്പോഴും അതുണ്ടാവും കാറിൽ. അവിടെ പോകുമ്പോ അവിടുന്ന് വേദന അട്ടണ അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോവാം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നോട് പറയട്ടെ, ചോറയ്പ്പൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോ പിന്നെ കുട്ടികളെ സ്കൂളിൽ ഇട്ട് വന്ന് 2 മണിയാകുമ്പോ സ്കൂളിൽ വന്ന് ചോറൊക്കെ തിന്നിരുന്നു. എന്നോട് പറഞ്ഞ്, ഈ മാമനോടൊന്ന് പറയും കേട്ടോ, എനിക്ക് ഇങ്ങനെ ചെറിയൊരു അസ്വസ്ഥത, ഞാനും ബാബ പാലിൽ പോവാണ് ഹോസ്പിറ്റലിലേക്ക്. എന്ത് ചിലപ്പോ അഡ്മിറ്റ് ആവും, ഈ പറയൊന്നും വേണ്ട പറഞ്ഞു. എന്റെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോണ്ട് പറഞ്ഞു. അങ്ങനെ ഇവർ 2 പോയി. ഭാര്യയും ഭർത്താവും ചോറയ്പ്പ് അതിന് പോയി. നമ്മളോടന്ന് കുറേ ദൂരം ഉണ്ട് റിയാദിലേക്ക് ഹോസ്പിറ്റലിലേക്ക്. ഞാൻ നിൽക്കുന്നവർക്കൊന്നും. അങ്ങനെ ഇവര് പോയി. രാത്രി ആയിട്ട് ഇവര് വന്നില്ല. അപ്പൊ തള്ള എന്നോട് വന്നിട്ട് വെച്ച്, മാമ വന്നിട്ട് വെച്ച്, കുറച്ച് കസ്നി പാല് എവിടെ പോയതാ, ഞാൻ എനിക്കറിയില്ല ഓരോടെ പോയതാണ്.
ഇത് വേദന ഉണ്ടായിട്ട് പോയതാണ്. ആ സ്ഥാനത്ത് നമ്മളവിടെ അമ്മായിമ്മരോടോ അമ്മോശനോടോ അല്ല ആരോടും പറഞ്ഞിട്ടില്ലതൊക്കെ വലിയ ഇതല്ലേ, പ്രശ്നമല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചത് എന്തായിരിക്കും, അങ്ങനെ രാത്രി ആയപ്പോഴേ മാഡം വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് മാമ എന്തെങ്കിലും ചോദിച്ചു. കാരണം ഞാൻ പറഞ്ഞു എന്നോട് എന്താ വരാത്ത ഇത്ര നേരമായിട്ട് ഇവിടെ പോയതാ ചോദിച്ച്. ഞാൻ അറിയില്ല പറഞ്ഞു. എനിക്ക് നല്ല വേദന ആണ്. ആ പ്രശ്നം ഞാൻ എന്നാൽ നേരെ പോത്ത് പ്രസവിക്കട്ടെ, ഒരു മോളും ആവട്ടെ, 3 ആൺകുട്ടികളല്ലേ, മോളാഘോഷിച്ചു. അതിന് മുന്നേ എന്നോട് ഞാൻ അപ്പോൾ പറയും. അപ്പൊ അനക്കൊരു അധികം ഉണ്ട് എൻ്റെ ഭാഗം മോളാണെങ്കിൽ പറഞ്ഞു. അങ്ങനെ 3 മണിയായപ്പോ ഫോൺ വന്ന് പ്രസവിച്ച് പറഞ്ഞു. ആ നേരം വെളുത്തപ്പോഴാണ് ആ എന്താമ്മ ചോറുണ്ടോ സാധനം വളർപ്പുണ്ട്. എന്നിട്ട് കഥ അപ്പൊ അങ്ങനെ 3 മണിക്ക് ഫോൺ വന്ന് പ്രസവിച്ച് പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് രാവിലെ നമ്മളെല്ലാരും പോയി കുബൂസൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി. പോയപ്പോ 30 ഉണ്ട്. ഇങ്ങനെ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കുന്നത്. അത് ഞങ്ങൾക്ക് പടച്ചോനത് ബാത്റൂമിലേക്ക് ഇപ്പം തന്നെ ഞാൻ പിടിക്കണ്ടേ, എന്തിനാ പിടിക്കണേ എന്നോട് വയ്ക്കുക, അതിനാ പിടിക്കുന്നത് അതൊന്നും വേണ്ട പറഞ്ഞു. അങ്ങനെ ബാത്റൂമിൽ പോയി വന്ന് എണീച്ച് നല്ല ഇരുന്ന് കുബൂസൊക്കെ കഴിച്ച് കാരക്കൻ്റെ സത്തില്ല സീറ അത് കുട്ടിങ്ങായിട്ട്. കുബൂസ് പറഞ്ഞാല് നമ്മളെ കുത്തപ്പല്ലേ അതേപോലത്തെ സാധനം ഉണ്ടാക്കുമല്ലോ, ചെറിയ കുബൂസ് അല്ല കേട്ടോ, അതിനെന്തേലും പേര് പറയല്. ആ പെൺകുട്ടിയാണോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു, മറന്നുപോയി. അപ്പൊ അത് പെൺകുട്ടിയായി. അപ്പൊ എന്നോട്ട് ബോസി പറഞ്ഞ പോലെ അവന് അധികം ഉണ്ട് ബോസിക്കുക. അങ്ങനെ എനിക്കൊരു ഫോൺ വാങ്ങിത്തന്നു. അപ്പൊ എന്നിട്ട് പിറ്റേന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഇന്ന് പ്രസവിച്ച്, ഇന്ന് രാത്രി പുലർച്ചക്ക് 3 മണിക്ക് പ്രസവിച്ച്, പിറ്റേന്ന് രാത്രി ഇന്നൊരു ദിവസം അവിടെ നിന്ന് പിറ്റേന്ന് രാത്രി വരുമ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ ഇവര് പോയി ഫുള്ള് സാധനമൊക്കെ വാങ്ങിയിട്ടാ വന്നു കേട്ടോ. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് വേഗം കുട്ടീനെ എൻ്റെ അടുത്ത് തന്ന് 30 പോയി ബാത്റൂമിൽ പോയി മേലൊക്കെ കഴിഞ്ഞ് വേറെ മാറ്റിയിട്ട് എന്നോട് ചോദിച്ചു അനക്കെന്താ സാധനമാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തേന്ന് ചോദിച്ചു. അങ്ങനെ അപ്പം തന്നെ ഡ്രൈവറെ വിളിച്ച് ഓൻ്റെ കൂടെ പോയിട്ടുണ്ട്. 2 കൈ നിറച്ച് കവറും സാധനമൊക്കെ ആയിട്ട് മാഡം ഞാൻ അങ്ങനെ വിളിച്ച പോലാണ്. ആ എന്താ ബോസ് ഞാൻ മാഡം ഇങ്ങനെ മെയിൻ കോട്ട അതൊന്നും അവിടെ വിഷയമല്ല. അവർക്ക് അവിടെ ഒന്നും പ്രശ്നമില്ല. പിന്നെ 30 ചന്ദനപ്പടി ഇട്ടിരിക്കുന്നു, കാല് നീട്ടിയിരിക്കുന്നു, നമ്മളവിടുത്തെ മാതിരി കാല് നീട്ടിയിരിക്കുക, കാല് പോലെ ആളൊന്നുമില്ല. ഓരോർക്ക് എങ്ങനെ ഇഷ്ടം അങ്ങനെ ഇരിക്കുക. നമ്മളവിടെ ഒന്നും പ്രസവിച്ച് ഒരു 40 കഴിയുന്ന വരെ കാല് നീട്ടിയിരിക്കണം, കാല് നീട്ടി കിടക്കണം, മരുന്ന് കിടക്കണം, ചെരിഞ്ഞെടുക്കാൻ പാടില്ല, എന്ന് കുളിക്കണം. അപ്പോഴല്ലേ പ്രസവിച്ചതിന്റെ അവിടെ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. ഓർക്ക് എന്നിട്ട് കുട്ടിക്കോ തള്ളക്കോ ഒന്നും ഒരു ജലദോഷം ഒരു പഴമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു പെണ്ണ് വീച്ചാർത്തിലേക്ക് വേലട്ട് വന്ന് എന്നിട്ട് പെണ്ണ് പെരുന്നാക്കി തരാം 8ാം മാസത്തില് ആൾക്കാൻ വേണ്ടി വന്ന് നഴ്സുമാരും ഡോക്ടർമാരും കുറെ സംസാരിച്ച് ചെവിയൊക്കില്ല. 8ാം മാസത്തില് വേലട്ട് കാറിന് പ്രസവിച്ച് മറുപടുത്ത് ഏകറുമ്പ് കൊണ്ടുപോയി മറു വെച്ച് കൊടുത്ത് കട്ട് ചെയ്ത് വെച്ചെടുത്ത് പെണ്ണിന് ചെവിയൊക്കില്ല. ഒരു എന്ത് പെണ്ണുണ്ട് ഞാൻ കിടക്കുമ്പോൾ പറിച്ച് കിടക്കുമ്പോൾ അങ്ങനെ ആസ്പത്രി കിടക്കുമ്പോൾ. അപ്പൊ അങ്ങനാണ് അവിടുത്തെ അവിടെ ഞാൻ വിചാരിച്ചത്. പിന്നെ ഒരു പെണ്ണ് സിനിമാന്ന് പ്രസവിച്ച് 8ാം മാസത്തിൽ 7ാം മാസത്തിൽ സിനിമാളിൽ പോയി കുട്ടിയിൽ വന്ന് പെണ്ണ് തയ്ക്കും വേദന ഇട്ടിട്ട് പെണ്ണിന് എത്താനും അതൊരു വേദന. അപ്പോൾ അവർക്ക് എത്ര നമ്പർ അയക്കണം അറിയാൻ അതിൻ്റെ ഡേറ്റ് ആ ചോളൊക്കെ കുറിച്ചുള്ള ഓളത്തേക്ക് സിനിമാള് കൊണ്ടിട്ട് പെണ്ണ് പ്രസവിച്ച് വന്നു പോലെ ലാസ്റ്റ് തൊഴിൽ സിനിമാള് കുട്ടി കഴിഞ്ഞ ആൾക്കാരെ കൊണ്ടു വന്ന് നോക്കി ആരും സിനിമാള് ഞാൻ പോയിക്കുന്നു. തമ്പി അപ്പൂസാരെ പോയെന്നുള്ള ഓർമ്മ ഇല്ല. ഞാൻ പോയിട്ട് ഒരു പെണ്ണ് സിനിമാന്ന് പ്രസവിച്ച് അറിയത്തറിയില്ല. ആൾക്കാരൊക്കെ കുട്ടി കാര്യം വെച്ചോട്ട് ആൾക്കാരൊക്കെ കുട്ടി കാര്യം ആൾക്കാരൊക്കെ നോക്കിയത് ആദ്യം ഇങ്ങനെ നെയ്ച്ചോട്ട് കത്തി ലാസ്റ്റ് പെണ്ണ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതേപോലെ നമ്മള് ചിന്നത്തമ്പി അപ്പൂസൊക്കെ കാണാൻ പറ്റും. എന്താ പണ്ടക്കാലത്തെ കഥകളല്ലേ എല്ലാം ഇപ്പൊ അടുത്ത് വരും 3-4 കൊല്ലം 4 കൊല്ലം വെച്ചായിരുന്നു. അപ്പൊ ചിന്നത്തമ്പി ചിന്നത്തമ്പിന്നൊക്കെ പറഞ്ഞ ഏത് കാലത്ത് അറിയാം. നടിയൊക്കെ ഉണ്ടാക്കിയപ്പോ ജാലി വെച്ച് ഇത്രത്തോനം എന്തിനാ ഉണ്ടാക്കിയത് ഉണ്ടാക്കണത്. അങ്ങനൊക്കെ സംഭവിച്ചിരുന്നു. മോളെ സിനിമാർക്ക് പ്രസവിച്ചത് പിന്നെ കോളേജ് പെണ്ണിന് സംഭവിച്ചിട്ട് കറുപ്പത്ത് പോയിട്ട് ഏറ്റവും കുട്ടികളെ പ്രസവിച്ചിരുന്നു.
ബീച്ചിന് കപ്പത്ത് ഏ അതാണ് നമ്മള് കറുപ്പത്ത് ഡോക്ടർമാർ പുറത്താക്കുമ്പോ കറുപ്പത്ത് വള്ളത്തിൽ പോയി കളിച്ചിട്ട് കടലില് എന്ത് പെണ്ണുങ്ങളുണ്ട് പുതിയാപ്പുള്ള പെണ്ണുങ്ങൾ കടലിലായിട്ട് പ്രസവിക്കേ എന്നിട്ട് മോളെ പോയില്ലേ ഈ കോളേജ് കുട്ടികൾക്ക് സംഭവിക്കുമല്ലോ അതിന് സംഭവിച്ചിട്ട് കറുപ്പത്തുനിന്ന് പ്രസവിച്ചു പെണ്ണ് വരിയിൽ ഡോക്ടർമാർക്ക് വരിയിൽ നിൽക്കുമ്പോൾ ഡോക്ടർമാർ ഏതാ പെണ്ണ് പ്രസവിച്ചെന്ന് പറയുമ്പോൾ അതിന്റെ അറ്റക്കുട്ടികൾ എല്ലാവരും ആലോചിക്കുന്നത് എന്നിട്ട് കപ്പ ഇങ്ങനെ വെയിൽ പോലീസുകാരൊക്കെ അപ്പുറത്ത് പോയിരിക്കും അപ്പുറത്ത് ബീച്ചിൽ അതിനൊന്നും സംഭവിച്ചില്ല അതിന്റെ അറ്റക്കുട്ടികൾ പ്രസവിച്ചത് അത് കിട്ടും എല്ലാവരും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മളൊരു വെറൈറ്റി ഭക്ഷണം ഉണ്ടാക്കിയതാണ് ഇന്ന് നമ്മളെ പള്ളാളെ വരുന്നുണ്ട് നമുക്കെന്തില്ലേ ഒമ്പതിനാണ് വരുന്നത് നമുക്ക് അടുത്ത വീട്ടിലത്തെ ഒരു ആ പള്ളാളല്ല ലിയനെ കാണാൻ വരുന്നുണ്ട് പോക്കാണ് എന്നാ ലിയനെ കാണാൻ വരുന്നുണ്ട് ലിയനെ കാണാൻ ആൾക്കാർ വരുമ്പോ എന്തൊക്കെ ഉണ്ടാക്കും കുട്ടിക്കുള്ള തോർത്ത് നമുക്കുള്ള വെള്ളത്തുണി വെള്ളക്കുപ്പായ കുട്ടിക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച് വെള്ളം പൊക്കാം നിങ്ങൾക്ക് വെള്ളത്തുണി വെള്ളക്കുപ്പായ ഒക്കെ പ്രസവിച്ചിട്ടല്ലേ കൊണ്ടു കൊടുക്കാം എല്ലാ ഒമ്പതിന് വെള്ളം നമ്മള് കൊണ്ടാക്കാൻ പറ്റിയ തന്നെ അങ്ങനൊക്കെ ഉണ്ട് ഉണ്ട് കുട്ടിക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകും കുട്ടിക്ക് തൊട്ട് തുണി വെള്ളം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടെല്ലാം ചെയ്യും അത് വെള്ളം നമ്മള് പോവില്ല നമ്മളെ കാണാൻ വരൂല അപ്പോഴാണ് സാധനം വെച്ച് പോക്കും അപ്പൊ നമ്മളിന്ന് വെറൈറ്റി ആക്കി അപ്പൊ നിങ്ങൾ തുണി ഇതൊന്നും കൊണ്ടുവരണമെങ്കിൽ തിന്നാനുള്ള എന്തെങ്കിലും കൊണ്ടുവന്നാൽ എന്താ വേണ്ടി പതിയെ കാണാൻ പോവില്ല ആലിയനെ ഓ കാണാനില്ലേ മുട്ട ബസ് മതി അയ്യോ ഈ ഹെവി ആയിട്ട് എന്തെങ്കിലും മതി. അതൊന്നും ഹെവിയായിട്ട് അത് നോക്കാറില്ല അങ്ങനെ ഒന്ന് പറഞ്ഞാല് ഇംഗ്ലീഷൊന്നും അറിയില്ല ഇംഗ്ലീഷ് അല്ലേ ബിരിയാണി എന്തേ മതി ബിരിയാണി മതി അല്ല ഇവിടുന്ന് പോകുമ്പോ കുട്ടിക്കൊണ്ടു ബിരിയാണി അല്ലേ വെക്കണ്ടേ അത് ആസിഫിന്റെ കൂടെ പോണ് വക വേറെ ആസിഫിന്റെ കൂടെ പോണ് അത് ഇപ്പൊ വ്യാപന്മാരുടെ കൂടാണ് ഇപ്പൊ പോക്ക് ആ അതന്നെ എന്റെ കൂടെ പോകും അവക വൈക്കും അവൻ ഗോവക്ക് പോവാ വൈക്ക് നമ്മൾ പ്രസവിച്ചിട്ട് വരും. ഗോവന്ന് പ്രസവിക്കും ഗോവക്ക് പോയാലോ ഒരു കാര്യം ചെയ്യാൻ ഒരു വിസിറ്റിംഗ് എടുത്ത് പോയി നമ്മള് പോട്ടുമ്പോ കണ്ടിട്ടാ സുഖമായിട്ട് വിസരിക്കാം ബീച്ചിൽ പേടിക്കാനില്ല അവിടെ നിന്ന് തോന്നാൻ ആള് കരയാനൊന്നും ഇല്ല ഒരു രണ്ടാളെ വെച്ച കൂടുതൽ ഏറ്റവും അവിടെ നിങ്ങൾ പറഞ്ഞു പേടിപ്പിക്കണ്ട എനിക്ക് ഇപ്പോഴും ഒരു പേടിയും ഇല്ല ബസറ് കൂട്ടണ്ട ബസറ് കൂടിയാലാണ് പാട് ആ വെറുതെ അടിങ്ങുന്നേ കുട്ടികൾക്ക് എസർത്തിക്കുന്ന ബസറ് കൂട്ടണ്ട ആ പേടിക്കാനൊന്നും നാല് റോഡിലൊക്കെ കയറിയതാ എന്റെ സ്നേഹിതന്റെ മോള് സിമ്പിളാ പക്കാച്ചു തൊട്ടില്ല നാല് കളിക്കുമ്പോൾ അമ്മമാരെ വെച്ചു പേടിക്കാനൊന്നും നാല് റോഡിലൊക്കെ സുഖമായിട്ട് ബസ് വെച്ചുകൊണ്ട് വരാം അവിടെ അങ്ങനെ പേടിയൊന്നും ചെയ്തു പ്രസവിക്കുമ്പോ വേദന ഉണ്ടാവില്ല എല്ലാം മഞ്ഞൊക്കെ ഒരു കുൽക്കൂസ് വെച്ചു സുഖമായിട്ട് പ്രസവിച്ച് അതുപോലെ അതിനെ തട്ടിച്ച് പോയാൽ മതിയല്ല അതിന് മുന്നേ പോയിട്ട് അറമ്പിച്ചാക്കണ്ട ഒന്നും പേടിക്കണ്ട പ്രഷർ കൂട്ടാൻ നിൽക്കണ്ട അത് ഊറ്റാ കിടങ്ങാറാണ് മോളെ ഒന്ന് ഞാൻ കഴിച്ചിലായിക്കോട്ടെ അത് ഞാൻ ലേഗൂമിലൊക്കെ കയറിയതാ 10 മണിന്റെ ഇതിന് മുകളിൽ വെച്ചിട്ട് ബീച്ച് പക്കത്തോട്ടുള്ള സെക്കിനാന്നറി എല്ലാ കുട്ടികളെ കഥ പിന്നെ പറയാം പോലും മരുന്ന് വെച്ച് ഉണ്ടാകുന്ന പ്രസവിച്ചു എനിക്ക് മരുന്നൊക്കെ വെച്ചിരിക്കുക വേദനയാണ് ഫസ്റ്റ് പിന്നെ വേദന മരുന്ന് വെച്ച് ഇവിടെ പൊടിക്കാനുള്ള കുരുമുളക് ഉണ്ട് കുട്ടികളെ ലിയ ഗുണ്ടായിക്കണ് മാഷാല്ലാ അങ്ങനെ പറയാൻ പാടില്ല പൊടിക്കാനുള്ള കുരുമുളക് ഉണ്ടോ ഒത്തിരി പറയാൻ പാടില്ല ഇസ്റ്റിലിടാന് എല്ലാ മരുന്ന് വെച്ച് പ്രസവിച്ചത് രണ്ട് കറി കിടക്കണം അങ്ങനെ പറയാൻ പാടില്ല കോഴി പൊരിക്കുക ഓൾക്ക് അതിന് വിവരമില്ല ഒന്നും പറയാനുള്ള ഒരു ബുദ്ധി ഇല്ല ഓൾക്ക് എന്താ പറയണ്ടേ എന്താ പറയാൻ പറ്റൂല എന്നുള്ള അറിയില്ല ഓൾക്ക് അതാ പറയാൻ പാടില്ല പറയാൻ പാടില്ല ഒരു നമ്മള് മരുന്ന് വെച്ചിട്ട് ഗ്ലൂക്കോസ് വെച്ചു വെച്ചിട്ട് പിന്നെ ഒരു പ്രഷർ അടച്ചു വെക്കിട്ടുണ്ട് ബി പി കൂടെ പിന്നെ വേറെ ഇതൊക്കെ ആവും പിന്നെ അതൊന്നും ചെയ്യണ്ട ഓപ്പറേഷൻ ചെയ്യും പിന്നെ പ്രഷർ കൂട്ടിയാൽ അതാണ് ഞാൻ വെള്ളം പൊടി വെക്കാൻ വേണ്ടിട്ട് വെള്ളം ചൂടാണ് അമ്മമാരൊക്കെ കെട്ടില്ല അമ്മമാരെ കെട്ടില്ല ഓ ഞാനൊക്കെ കയറിയതല്ലേ ലേഖനത്തിലൊത്ത് കഞ്ഞി കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ പോയി വെള്ളം കൊടുക്കാൻ വേദന ഉണ്ടാക്കും കാപ്പി കൊടുക്കാൻ പോകും താഴെ കുടിച്ചത് വേദന ചൂട് കഴിഞ്ഞിട്ട് തന്നെ കഞ്ഞി കുടിക്കുക ഇത് നിങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി പ്രസവിക്കാനാവുമ്പോ എന്ത് മറന്നു പ്രസവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ഞാനുണ്ടാവും ഞാനുണ്ടാവും ഹോസ്പിറ്റലിൽ വയ്ക്കുന്നത് വലിയതൊക്കെ കഴിക്കില്ലേ വലിയിരുന്നാണോ എന്നിട്ട് പോണെ യമസ്റ്റിന് കുടിക്കൊണ്ടല്ലേ ആ ചെറിയ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ജൂൺ ലാസ്റ്റിലുണ്ടാവും പ്രസവം വന്ന് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് മെയ് ലാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല ഡോക്ടർ ജോലി ഞോളും കൂടി ഓനും കൂടി ഒന്നും ആദ്യം പറഞ്ഞു മെയ് 26
ഇതെന്താണ് ഈ ചെറുവെള്ളം അപ്പൊ ഗേൾസ് ഇതാണ് കണ്ടില്ല, ഓരോ വീട്ടിൽ പ്രഗ്നന്റ് ആയിരിക്കും എന്തൊക്കെയാ ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഒരുപാട് പണ്ട് മുതലേ കേട്ട് വരുന്ന ഒരു അർത്ഥമില്ല അതിന്. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ കാരണം പറയാണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനെ ചെയ്യരുത്, കിടക്കരുത്, അല്ലെ ഇരിക്കരുത്. അപ്പോൾ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ അതിനൊരു റീസൺ ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളെ നാട്ടിലും നിങ്ങളെ വീട്ടിലും നിങ്ങൾക്ക് അനുഭവമുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാൻ എന്തൊക്കെയുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ചാനൽ എല്ലാവരും കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, ലൈക്കൊക്കെ കുറവാണ്. അപ്പം ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.